ഏറെ രസകരമായ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രം എ ഗ്ലെൻ ബ്രൂക്ക് ക്രിസ്മസ് ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ശക്തനായ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രമുഖന്റെ കൊച്ചുമകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജെസീക്ക എന്നായിരുന്നു അവളുടെ പേര്. വരാനിരിക്കുന്ന വർഷത്തിന്റെ തുടക്കത്തിൽ മുത്തച്ഛന്റെ കമ്പനിയുടെ സിഇഒ സ്ഥാനം അവൾ ഏറ്റെടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ജെസീക്കയെ കോളേജ് വിദ്യാഭ്യാസം കഴിയുന്നതുവരെ വളർത്തിയത് മുത്തച്ഛനായിരുന്നു. ഇന്നും തന്റെ കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോ അവൾ ഇടയ്ക്കിടെ നോക്കാറുണ്ട്. അമ്മയുടെ ജന്മനാടായ ഗ്ലെൻബ്രൂക്ക് എന്ന ചെറിയ സ്ഥലത്ത് മാതാപിതാക്കളോടൊപ്പം ചിലവഴിച്ച ഒരു ക്രിസ്മസ് അവധിക്കാലത്തായിരുന്നു ആ ഫോട്ടോ പകർത്തപ്പെട്ടത്. ഗ്ലെൻബ്രൂക്ക് അവൾക്ക് ഓർമ്മകൾ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ഒരു ഗ്രാമം കൂടിയായിരുന്നു. കഥ അവിടെ നിന്നും ഗ്ലെൻബ്രൂക്കിലേക്ക് മാറുന്നു. അവിടെ ഒരു വൈദ്യുത തകരാറിനെ തുടർന്ന് നഗരത്തിലെ പവിത്രമായ ഒരു മണി പരിശോധിക്കപ്പെടുകയാണ്. അഗ്നിശമന സേനാംഗങ്ങൾ സൂക്ഷ്മമായി ഓരോന്നും നോക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മണിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എല്ലാ ക്രിസ്മസ് തലേന്നും നഗരവാസികൾ അവിടെ ഒത്തുചേരും. അവർ ആ മണി മുഴക്കും, ഓരോ ആഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കും. അങ്ങനെ മണി മുഴക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിശ് നേർന്നാൽ അത് സംഭവിക്കും എന്നാണ് ആ നഗരവാസികൾ വിശ്വസിക്കുന്നത്. തലമുറകളായി കൈമാറി വരുന്നൊരു ആചാരമാണ്. ഇത്തവണ മണി കേടായതുകൊണ്ട് അത് നടക്കുമോ എന്നുവരെ എല്ലാവരും സംശയത്തിലായിരുന്നു. അന്ന് രാത്രി വൈകി തന്റെ കമ്പനി ആഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്ന മുത്തച്ഛൻ ഹറോൾഡുമായി ജെസീക്ക മീറ്റ് ചെയ്തു. ആ ചടങ്ങിൽ വെച്ച് അവൾ ലൂക്കാസ് എന്ന ഒരാളെ പരിചയപ്പെട്ടു. പെട്ടെന്ന് തന്നെ അയാൾ വളരെ ഊഷ്മളമായാണ് അവളോട് പെരുമാറുന്നത് എന്ന് അവൾക്ക് തോന്നി. 30കളിലേക്ക് കടക്കുന്ന ജെസീക്കയുടെ ഉള്ളിൽ ഒരു പ്രണയം കണ്ടെത്തണം എന്ന ആഗ്രഹം വളർന്നിരുന്നു. ആദ്യം ലൂക്കാസിന് തന്നോട് പ്രണയമാണെന്നവൾ കരുതിയെങ്കിലും യഥാർത്ഥത്തിൽ അയാൾ ബിസിനസ് പങ്കാളിത്തത്തിലും പ്രൊഫഷണൽ ശൃംഖല വികസിപ്പിക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നവൾ വൈകാതെ തിരിച്ചറിഞ്ഞു. അവൾക്ക് തെല്ലെ നിരാശ തോന്നാതിരുന്നില്ല. പാർട്ടി കഴിഞ്ഞപ്പോൾ ഗ്ലെൻബ്രൂക്കിൽ വെച്ച് തുടങ്ങിയ തന്റെ മാതാപിതാക്കളുടെ പ്രണയകഥയെക്കുറിച്ച് ജെസീക്ക വീണ്ടും ആലോചിച്ചു പോയി. ജെസീക്കയുടെ അമ്മ ഒരിക്കൽ ആ ക്രിസ്മസ് മണിക്ക് താഴെ നിന്ന് മനോഹരമായ ഒരു പ്രണയത്തിനു വേണ്ടി ആഗ്രഹിച്ചു. പിന്നീട് ജെസീക്കയുടെ അച്ഛനെ വിവാഹം കഴിച്ചപ്പോൾ ആ ആഗ്രഹം സഫലമാക്കപ്പെടുകയായിരുന്നു. ആ ഓർമ്മകൾ ക്രിസ്മസ് തലേന്ന് ഓരോന്ന് വിഷു ചെയ്യുകയും അത് സഫലമാവുകയും ചെയ്യുന്ന ആ മണിയുടെ ഐതിഹ്യം അവളുടെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വന്നു. അവൾക്കൊരിക്കലും അതിന് അവസരം കിട്ടിയിട്ടില്ല. മാതാപിതാക്കൾക്കൊപ്പം ഗ്ലെൻബ്രൂക്ക് സന്ദർശിച്ചപ്പോൾ പോലും ക്രിസ്മസിന് മുമ്പേ അവൾക്ക് തിരിച്ചു വരേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് ഇന്നേ വരെ മണി മുഴങ്ങുന്നത് നേരിട്ട് കേൾക്കാൻ അവൾക്ക് സാധിച്ചിട്ടു പോലുമില്ല. ഇത്തവണ ആ മണി മുഴങ്ങുന്നത് കേൾക്കണം, ഒരാഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം എന്നവൾ ചിന്തിച്ചു. അവിടെ നിന്നായിരുന്നു ആ നഗരത്തിലേക്കുള്ള അവളുടെ മടക്കയാത്രയുടെ യഥാർത്ഥ തുടക്കം. അടുത്ത ദിവസം മുത്തച്ഛൻ ഹരോൾഡ് അവളെ കാണാനെത്തിയപ്പോൾ ഗ്ലെൻബ്രൂക്കിൽ ചെറിയൊരു അവധിക്കാലം ആഘോഷിക്കാനുള്ള ആഗ്രഹം ജെസീക്ക പങ്കുവെച്ചു. അതിനായുള്ള അനുവാദവും ചോദിച്ചു. ഗ്ലെൻബ്രൂക്കിൽ ജനിച്ചു വളർന്ന അവളുടെ അമ്മ താമസിച്ചിരുന്ന അമ്മയുടെ വീട് ഇപ്പോൾ അവിടെ ഒരു ഹോട്ടലായി മാറിയിരിക്കുകയാണ്. അവിടെ താമസിച്ചാൽ കൊള്ളാം എന്നും അവൾക്കുണ്ടായിരുന്നു. മുത്തച്ഛന്റെ അനുവാദം കിട്ടി. ക്രിസ്മസ് ദിനത്തോടെ താൻ തിരികെയെത്താം എന്ന് മുത്തച്ഛന് വാക്കുകൊടുത്ത് അവൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പുറത്തേക്ക് വന്നപ്പോൾ ലക്ഷറി കാറുകൾ നിരന്നു നിൽക്കുകയാണ്. പക്ഷെ അതിൽ പോയാൽ താൻ സമ്പന്നയാണ്, ജെസീക്ക മോർഗനാണ് എന്ന് നാട്ടുകാർ തിരിച്ചറിയും. അത് അവിടെ എത്തുന്ന തന്റെ സ്വാതന്ത്ര്യത്തെയും മറ്റു കാര്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് അതൊന്നും അറിയാതിരിക്കാൻ തന്റെ ജീവനക്കാരിൽ ഒരാളുമായി ജെസീക്ക കാർ വെച്ചു മാറി. ഒരു സാധാരണക്കാരന്റെ കാറിലായിരുന്നു ഗ്ലെൻബ്രൂക്കിലേക്ക് അവൾ എത്തിപ്പെട്ടത്. ഗ്ലെൻബ്രൂക്കിൽ എത്തിയ ഉടൻ തന്നെ ജെസീക്കയുടെ കാർ അബദ്ധത്തിൽ കൈൽ എന്നു പേരുള്ള ഒരാളുടെ ദേഹത്ത് തട്ടി. പക്ഷേ കൈൽ അത് സാരമാക്കിയതേയില്ല. വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അവളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചതിനു ശേഷം കൈൽ അവിടെ നിന്ന് നടന്നു. ജെസീക്ക താമസിക്കാനുള്ള ഇടമായ ഇന്നിലേക്ക് എത്തിച്ചേർന്നു. അതിന്റെ ഉടമയായ വാറ്റ് എന്ന വ്യക്തി അവളെ സ്വീകരിച്ചു. അവൾ മോർഗൻ കുടുംബത്തിലെ അംഗമാണെന്ന് വാറ്റിന് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ തന്റെ സമ്പത്തിന്റെ പേരിൽ ആരും തന്നോട് പ്രത്യേക പരിഗണന കാണിക്കരുത് എന്നായിരുന്നു ജെസീക്കയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ തന്റെ വ്യക്തിത്വം രഹസ്യമായി വെക്കാൻ ജെസീക്ക അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. ജെസീക്ക ആ അവധിക്കാലം ആഘോഷിക്കാൻ അങ്ങോട്ടേക്ക് എത്തിയതാണ് എന്നറിഞ്ഞപ്പോൾ നഗരത്തിൽ നടക്കാനിരിക്കുന്ന പ്രത്യേക ക്രിസ്മസ് പരിപാടികളുടെ ഒരു പട്ടിക വാറ്റ് അവൾക്ക് നൽകി. കൂട്ടത്തിൽ നഗരത്തിലെ വിശുദ്ധമണിയുടെ പ്രവർത്തന സംവിധാനം ഇപ്പോൾ തകരാറിലാണെന്നും അതിനാൽ 70 വർഷത്തോളമായി തുടർന്നു പോരുന്ന ആ മനോഹരമായ ആചാരം ഈ വർഷം ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത് എന്നും സങ്കടത്തോടെ അയാൾ കൂട്ടിച്ചേർത്തു. പിന്നാലെ ജെസീക്ക തന്റെ മുറിയിലെത്തി താമസ സ്ഥലത്ത് ഓരോന്നും ക്രമീകരിക്കാൻ ആരംഭിച്ചു. പക്ഷേ ചിമ്മിനി ശരിയായി ഉപയോഗിക്കാൻ ജെസീക്കയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അബദ്ധം പറ്റി. ചിമ്മിനിയിൽ നിന്ന് ചൂടും പുകയും ഫയർ സെൻസറിൽ തട്ടിയതോടെ അലാം മുഴങ്ങി. തൊട്ടുപുറകെ അഗ്നിശമന
അഗ്നിശമന സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് അന്ന് പകൽ തന്റെ കാർ തട്ടിയ കയ്യിൽ ഒരു ഫയർ ഫൈറ്ററാണ് എന്ന് ജസീക്ക തിരിച്ചറിയുന്നത്. കയ്യിൽ ഇന്നിലേക്ക് കടന്ന് റൂം മുഴുവൻ പരിശോധിച്ചു. ചിമ്മിനിയും പരിശോധിച്ച ശേഷം എങ്ങനെയാണത് നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്ന് ജസീക്കക്ക് പറഞ്ഞുകൊടുത്തു. സംസാരമധ്യേ അവർ നേരത്തെ കണ്ടുമുട്ടിയ കാര്യം കയ്യിൽ സൂചിപ്പിക്കുന്നത് കേട്ട് അവർ തമ്മിൽ പരിചയമുണ്ടെന്ന് കയ്യിലിന്റെ സഹപ്രവർത്തകയായ റൂത്ത് മനസ്സിലാക്കി. പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടപ്പോ അവർ തിരികെ പോവുകയും ചെയ്തു. അടുത്ത ദിവസം ജസീക്ക പുറത്തേക്കിറങ്ങി. ഒരു കോഫി ഷോപ്പിൽ വെച്ച് ജസീക്ക ഷേർലി എന്ന നാട്ടുകാരിയെയും ആർട്ട് സെന്റർ നടത്തുന്ന ടെറിയെയും പരിചയപ്പെട്ടു. ഗ്ലെൻബ്രൂക്ക് ഒരു ചെറിയ നഗരമായതുകൊണ്ട് തന്നെ തലേ ദിവസം ചിമ്മിനിയിൽ പുക നിറഞ്ഞ് പ്രശ്നമുണ്ടായ കാര്യവും കയ്യിലിന്റെ കയ്യിൽ കാർ തട്ടിയ കാര്യവുമെല്ലാം അവിടെ പാട്ടായി കഴിഞ്ഞിരുന്നു. നാട്ടിലെ വിശേഷങ്ങൾ ഇത്ര വേഗത്തിൽ പ്രചരിക്കുന്നത് കണ്ട് ജസീക്ക സത്യത്തിൽ അത്ഭുതപ്പെട്ടു. കഫയിൽ നിന്നിറങ്ങിയ അവൾ പണ്ട് മാതാപിതാക്കളോടൊപ്പം പോയിരുന്ന പള്ളിയിലേക്ക് തിരിച്ചു. അവിടെത്തിയ അവൾ വീണ്ടും കയ്യിലിനെ കണ്ടു. കയ്യിൽ വിശുദ്ധമണിയുടെ തകരാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ നാട്ടുകാരനെന്ന നിലയിൽ ആ വർഷം ആചാരങ്ങൾ മുടങ്ങുന്നതിൽ കയ്യിലിന് വലിയ സങ്കടമുണ്ടായിരുന്നു. ടെറിയുടെ ക്ഷണം സ്വീകരിച്ച് ആർട്ട് സെന്ററിലേക്ക് ജസീക്ക പോയി. ആർട്ട് സെന്ററിലെത്തിയ ജസീക്കയോട് അവിടുത്തെ കുട്ടികൾക്ക് ചിത്രരചന പഠിപ്പിക്കാൻ ടെറി അഭ്യർത്ഥിച്ചു നോക്കി. ജസീക്കയ്ക്ക് ഒരു ആർട്ട് പശ്ചാത്തലമുണ്ടായിരുന്നു. അക്കാര്യം സംസാരിച്ചപ്പോ ടെറിയോടും മറ്റും അവൾ പറഞ്ഞതുമാണ്. പക്ഷേ ജസീക്ക അത് സ്നേഹപൂർവ്വം നിരസിച്ചു. അടുത്ത ദിവസം ഇന്നിലേക്കൊരു ക്രിസ്മസ് ട്രീ വാങ്ങാൻ ജസീക്ക പോയിരുന്നു. ആയിടത്ത് വെച്ച് അവൾ റൂത്തിനെ കണ്ടു. ജസീക്കയും കയ്യിലും നല്ല മാച്ചായിരിക്കും എന്ന് ചിന്തിച്ചിരുന്ന റൂത്ത് പരസ്പരം അവരെ അടുപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിച്ചു. ജസീക്കയെ കയ്യിലിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ജസീക്കയുടെ പക്കൽ കാറില്ലാത്തതുകൊണ്ട് മരം മിന്നിലേക്ക് എത്തിക്കാൻ കയ്യിൽ അവളെ സഹായിച്ചു. ആ യാത്രയിൽ അവർ തങ്ങളുടെ ജീവിതകഥകൾ പങ്കുവെക്കാൻ തുടങ്ങി. ഇരുവരുടെയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതായിരുന്നു. ആ ദുഃഖം രണ്ടുപേരും പങ്കുവെച്ചു. കയ്യിൽ തന്റെ ഒരു പഴയ പ്രണയബന്ധത്തെക്കുറിച്ചും തന്റെ ഫിയാൻസിക്ക് ആ ചെറിയ ഗ്രാമത്തിലെ ജീവിതം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ആ ബന്ധം തകർന്നത് എന്നും അവളോടായി പറഞ്ഞു. അവൾക്ക് നഗരജീവിതമായിരുന്നു ഇഷ്ടമെന്നും കൂട്ടിച്ചേർത്തു. അത് കേട്ടതും താനൊരു കോടീശ്വരിയാണെന്ന സത്യം തുറന്നു പറഞ്ഞാൽ കയ്യിലെങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് ജസീക്കയ്ക്കൊരു ഭയം തോന്നി. അവർ ഒരുമിച്ച് മരം അലങ്കരിക്കുമ്പോ ജസീക്കയുടെ ചിത്രരചനാ വൈഭവം കയ്യിൽ ശ്രദ്ധിച്ചു. അവിടെ കുറെ ചിത്രങ്ങൾ അവൾ വരച്ചതായി ഉണ്ടായിരുന്നു. അതേസമയം മോർഗൻ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു മാഗസിൻ ആ മുറിയിൽ ഇരിപ്പുണ്ട്. അത് കയ്യിലിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ അവൾ ജാഗ്രത കാട്ടി. അടുത്ത ദിവസം ജസീക്ക ആർട്ട് സെന്ററിലേക്ക് പോയി. കുട്ടികളെ പഠിപ്പിക്കാൻ മറ്റൊരു അധ്യാപകയെ കണ്ടെത്താൻ ടെറിക്ക് സാധിച്ചിരുന്നില്ല. ജസീക്ക അത് മനസ്സിലാക്കി. ജസീക്കയുടെ കഴിവിലും സ്വഭാവത്തെയും വിശ്വസിച്ച ടെറി കുട്ടികൾക്ക് ക്രിസ്മസിന്റെ യഥാർത്ഥാർത്ഥം പകർന്നു നൽകാൻ അവൾക്ക് കഴിയുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആർട്ട് സെന്ററിൽ വെച്ച് കുട്ടികൾക്കായി ചിത്ര ക്ലാസ് എടുക്കാൻ അവൾ ഒന്നുകൂടി അഭ്യർത്ഥിച്ചു. അതങ്ങനെ തള്ളിക്കളയാൻ ജസീക്കക്ക് പറ്റുമായിരുന്നില്ല. അന്ന് ആർട്ട് സെന്ററിന്റെ പുറത്ത് വെച്ച് അവൾ കയ്യിലിനെ വീണ്ടും കണ്ടുമുട്ടി. ആ സമയം അവൻ പറഞ്ഞു, നഗരത്തിലെ ആ വിശുദ്ധമണി നന്നാക്കാൻ $10,000 വേണം. നഗരസഭയുടെയോ പള്ളിയുടെയോ പക്കൽ അത്രയും തുകയില്ല. അതുകൊണ്ട് ഇത്തവണ ആ ആചാരം ഏറെക്കുറെ നടക്കില്ലെന്നുറപ്പാണ്. ജസീക്ക എന്ന് കുറച്ചു കഴിഞ്ഞ് തിരിച്ച് താമസിക്കുന്നിടത്തേക്ക് മടങ്ങിയെത്തി. മുത്തച്ഛൻ ഹരോൾഡ് അവളെ ഫോൺ ചെയ്തിരുന്നു. സംസാരമധ്യേ അവിടുത്തെ വിശേഷങ്ങളും വിശുദ്ധമണി കേടായ വിവരവും അവൾ പങ്കുവെച്ചു. അതിനെന്താ, ഇത്രയും തുകയല്ലേ ഉള്ളൂ, അത് ഞാൻ നൽകാം, മണി നന്നാക്കാമല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അത് സ്പോൺസർ ചെയ്താൽ തന്നിലൂടെ അത് പള്ളിയിലേക്ക് എത്തിയാൽ തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുമോ എന്നായിരുന്നു ജസീക്കയുടെ ഭയം. അതുകൊണ്ട് പണം വാഗ്ദാനം ചെയ്ത മുത്തച്ഛന്റെ ഓഫർ അവൾ നിരസിച്ചു. പണം കണ്ടെത്താൻ താൻ മറ്റൊരു വഴി ആലോചിച്ചിട്ടുണ്ട് എന്നവൾ അദ്ദേഹത്തോട് പറഞ്ഞു. തന്റെ കൊച്ചുമകൾ ഗ്ലെൻബ്രൂക്കിലെ ജീവിതം അത്രമേൽ ആസ്വദിക്കുന്നുണ്ട് എന്ന് ഹരോൾഡ് തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹം അതിന് സമ്മതം കൊടുത്തു. അന്ന് വൈകുന്നേരം വാറ്റ് നടത്തുന്ന ഒരു ചടങ്ങിലേക്ക് കയ്യിലെ ജസീക്കയെ ക്ഷണിച്ചു. അവിടെ വെച്ച് കുട്ടിക്കാലത്ത് സാധിക്കാതെ പോയതുപോലെ ആ മണിക്ക് താഴെ നിന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം എന്ന തന്റെ ആഗ്രഹം ജസീക്ക അവനോട് പങ്കുവെച്ചു. അവിടെയുള്ള എല്ലാവരും തന്നെ ആചാരം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അത് സഫലമാക്കണം എന്നുറച്ച ജസീക്ക ആർട്ട് സെന്ററിൽ വെച്ച് ഒരു ഫണ്ട് റൈസർ പദ്ധതി സംഘടിപ്പിക്കാനുള്ള കാര്യം അവിടെ അവതരിപ്പിച്ചു. കുട്ടികളുടെ ചിത്രങ്ങളും മറ്റ് സംഭാവനകളും എല്ലാം വിറ്റുകൊണ്ട് മണി സമ്പാദിക്കാനുള്ള പണം ശേഖരിക്കാം എന്നുള്ള ആശയം അവൾ മുന്നോട്ടേക്ക് വെച്ചു. അത് വിശദീകരിച്ചു. അയൽ നഗരങ്ങളിൽ നിന്നുള്ളവരെ കൂടി ആ പദ്ധതിയിലേക്ക് ആകർഷിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് പ്രമോഷൻ കൊടുക്കാം എന്നും അവൾ പറയുകയും ചെയ്തിരുന്നു. ആദ്യമേ കയ്യിലിന് ആ ഒരാശയത്തിൽ സംശയം തോന്നിയിരുന്നു. പക്ഷേ അതിലും ബെറ്ററായ മറ്റൊരു വഴിയും അവരുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ കയ്യിലും ടെറിയും ജസീക്കയുടെ പദ്ധതിയെ പിന്തുണച്ചു.
ഇതിനിടയിൽ ജസീക്കയും കൈലും കൂടുതലായി അടുക്കുകയായിരുന്നു. തന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഗ്ലെൻബ്രൂക്കിലേക്ക് തിരിച്ചു വരണമെന്ന തന്റെ ചിരകാല സ്വപ്നത്തെപ്പറ്റി അവൾ അവനോട് സംസാരിച്ചു. അത് സഫലമായതിന്റെ സന്തോഷം പങ്കുവെച്ചു. താൻ മോർഗൻ കുടുംബത്തിലെ അംഗമാണ് എന്ന സത്യം കൈലിനോട് തുറന്നു പറയാൻ അവൾ ഒരുങ്ങിയെങ്കിലും കൃത്യം ആ സമയത്തായിരുന്നു ടെറി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. ജസീക്ക ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം ടെറി അതിനോടകം ഇന്റർനെറ്റിലൂടെ കണ്ടെത്തിയിരുന്നു. ജസീക്ക ടെറിയുമായി സംസാരിച്ചു. തന്റെ മാതാപിതാക്കളുടെ മനോഹരമായ ഓർമ്മകൾ തേടിയാണ് താൻ ഇവിടെ എത്തിയതെന്നും തന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ ഇവിടെ ആരും എന്നെ നോക്കിക്കാണില്ല, അതെനിക്ക് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഇത് രഹസ്യമാക്കി വെക്കാമോ എന്ന് ടെറിയോട് ജസീക്ക ചോദിച്ചു. ടെറി അതിന് സമ്മതിക്കുകയും ചെയ്തു. ജസീക്കയുടെ അവസ്ഥ അവൾക്ക് മനസ്സിലാകുമായിരുന്നു. അന്ന് വൈകുന്നേരം കുട്ടികൾക്കായി കയ്യിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. കഥ പറച്ചിൽ ചടങ്ങാണ്. ജസീക്കയും അതിൽ പങ്കുചേർന്നു. തുടർന്ന് നാട്ടുകാർ ഒന്നടങ്കം ആ ചാരിറ്റി ചടങ്ങിനായി ഒരുക്കങ്ങൾ നടത്തി. പദ്ധതി വിജയിക്കുമെന്ന് വിശ്വസിച്ച് മണി നന്നാക്കാൻ മെക്കാനിക്കിനെ കയ്യിൽ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ ചാരിറ്റി ഇവന്റ് ആരംഭിച്ചു. വളരെ വലിയൊരു ജനക്കൂട്ടം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരുന്നു. ടെറി വാതിലുകൾ തുറന്നപ്പോ നഗരവാസികൾ ഒന്നടങ്കം ക്രിസ്മസ് സമ്മാനങ്ങൾ വാങ്ങാനും തങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിനായി കൈകോർക്കാനും അവിടെ ഒത്തുചേർന്നു കഴിഞ്ഞിരുന്നു. ചടങ്ങ് അവസാനിച്ചപ്പോഴോ $10,000 സമാഹരിക്കാൻ അവർക്ക് എളുപ്പത്തിൽ കഴിഞ്ഞുവെന്ന സന്തോഷ വാർത്ത ടെറി പങ്കുവെച്ചു. ആവേശഭരിതനായ കൈൽ മെക്കാനിക്കിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ആ സന്തോഷമെത്തുന്നത്. ജസീക്ക ഹരോൾ മോർഗന്റെ കൊച്ചുമകളാണ് എന്ന സത്യം വെളിപ്പെടുത്തുന്ന സന്ദേശമായിരുന്നു അത്. അത് കണ്ടതും കൈലാകെ വല്ലാതായി. ജസീക്ക അവന്റെ അടുത്തേക്ക് ചെന്നു. അതിനെപ്പറ്റി ജസീക്കയോട് അവൻ ചോദിച്ചപ്പോ ജസീക്ക പറഞ്ഞു, ഞാനെല്ലാം നിന്നോട് തുറന്നു പറയാനിരിക്കുകയായിരുന്നു. ഫണ്ട് റേസിംഗ് ഇവന്റ് കഴിഞ്ഞ് ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ഈ കാര്യമായിരുന്നു. ജസീക്ക കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. അവളുടെ സമ്പത്തിനോട് കൈലിനൊരു എതിർപ്പ് പോലുമില്ലായിരുന്നു. എങ്കിലും ആദ്യം മുതൽ അവൾ തന്നോട് സത്യസന്ധത കാണിച്ചില്ല എന്നത് അയാളെ വല്ലാതെ നിരാശനാക്കി. അതവർക്കിടയിൽ ഒരു അകലം തീർത്തു. ജസീക്കയെയും വല്ലാതെ അത് വേദനിപ്പിച്ചിരുന്നു. അവിടെ പിന്നീട് തുടരാൻ അവൾക്ക് തോന്നിയില്ല. അടുത്ത ദിവസം രാവിലെ ഗ്ലെൻബ്രൂക്കിനോട് വിട പറഞ്ഞ് മുത്തച്ഛന്റെ അടുത്തേക്ക് മടങ്ങാൻ ജസീക്ക തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ഷേർലിയുടെ കഫയിലെത്തി എല്ലാവരോടും നന്ദി പറഞ്ഞ് അവൾ യാത്രയാരംഭിച്ചു. എന്നാൽ അബദ്ധത്തിൽ അവിടെ നിന്നിറങ്ങുമ്പോൾ ജസീക്ക തന്റെ സ്കെച്ച് ബുക്ക് അവിടെ മറന്നുവെച്ചിരുന്നു. ജസീക്കയ്ക്ക് പിന്നാലെ പോന്നിരുന്ന വാറ്റ് ആ കഫയിലേക്ക് എത്തിച്ചേർന്നു. പുസ്തകം റൂത്തിന്റെ കയ്യിൽ കിട്ടി. റൂത്ത് അത് തുറന്നു നോക്കി. ആ പുസ്തകത്തിലെ താളുകളിൽ നിറയെ കൈലിന്റെ ചിത്രങ്ങളായിരുന്നു. അവർ ഒന്നിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളുടെ ചിത്രങ്ങൾ. അത് കണ്ടതും ജസീക്ക എത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് റൂത്ത് മനസ്സിലാക്കി. റൂത്ത് അത് കൈലിന്റെ അടുക്കലെത്തിച്ചു. കൈലത് നോക്കിക്കണ്ടതും ജസീക്കയ്ക്ക് തന്നോട് എത്രത്തോളം ആഴമായ സ്നേഹമുണ്ട് എന്ന് കൈല് മനസ്സിലാക്കി. ഇതേസമയം നാട്ടിലേക്ക് പുറപ്പെട്ടിരുന്ന ജസീക്ക വഴിയിൽ മണ്ണിടിച്ചിലുണ്ടായതിനാൽ യാത്ര തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു. ജസീക്കയെ തടയാൻ കൈൽ അവളുടെ പിന്നാലെ പോയിരുന്നു. ബ്ലോക്കിൽ കിടന്നിരുന്ന ജസീക്കയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ കൈലിന് കഴിഞ്ഞു. അവളെ തടഞ്ഞു നിർത്തി കൈൽ അവളോട് സംസാരിച്ചു. തലേരാത്രിയിലെ തന്റെ പെരുമാറ്റത്തിൽ അവൻ മാപ്പപേക്ഷിച്ചു. താൻ പറഞ്ഞത് കുറച്ചധികം കൂടിപ്പോയെന്ന് അവൻ പറഞ്ഞു. സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും അവളുടെ മനസ്സിലെ വികാരങ്ങൾ കാണാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് അവൻ കുറ്റബോധത്തോടെ കൂട്ടിച്ചേർത്തു. ജസീക്കയുടെ വരവ് എല്ലാത്തിനും ഒരു നിമിത്തമാണ് എന്ന് വിശ്വസിച്ച കൈൽ മണി ശരിയാക്കിയിട്ടുണ്ടെന്നും ഇന്ന് ക്രിസ്മസ് ഈവാണെന്നും ആ മണിക്ക് താഴെ നിന്ന് നീ ആഗ്രഹിച്ച പോലെ നിന്റെ ആഗ്രഹം പ്രാർത്ഥിക്കുവാൻ നീ തിരികെ വരണമെന്നും കൈൽ ആവശ്യപ്പെട്ടു. സന്തോഷത്തോടെ ജസീക്ക അവിടെ നിന്ന് തിരികെ ഇന്നിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോഴോ അവളുടെ മുത്തച്ഛൻ ഹരോൾഡ് കൊച്ചുമകൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ അങ്ങോട്ടേക്ക് നേരത്തെ എത്തിച്ചേർന്നിരുന്നു. മുത്തച്ഛനെ കണ്ടതും അവൾക്ക് സന്തോഷം തോന്നി. മുത്തച്ഛനെ കൈലിന് ജസീക്ക പരിചയപ്പെടുത്തി. ഈ നഗരത്തിലാണ് തനിക്ക് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞത് എന്നവൾ അദ്ദേഹത്തോട് പറഞ്ഞു. മുത്തച്ഛൻ ജസീക്കയോട് സംസാരിച്ചു. മോൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും താമസിക്കാം, എവിടെയിരുന്നും നമ്മുടെ കമ്പനി മോൾക്ക് നോക്കി നടത്താം, ഇവിടെ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും ആകാം. അത് കേട്ടതും ജസീക്കയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഗ്ലെൻബ്രൂക്ക് ആർട്ട് സെന്ററിനായി ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ തുടങ്ങണം, അങ്ങനൊന്ന് താൻ ചിന്തിക്കുന്നുണ്ട് എന്നവൾ മുത്തച്ഛനോട് പറഞ്ഞു. അദ്ദേഹം അതിനെ പിന്തുണച്ചു. അത് അദ്ദേഹത്തെ ജസീക്കയുടെ അമ്മയുടെ സ്മരണകളിലേക്ക് എത്തിച്ചു. ജസീക്കയുടെ അമ്മയും ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ വലിയ മനസ്സുള്ളൊരു സ്ത്രീയായിരുന്നു. ജസീക്കയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സന്തോഷ നിമിഷങ്ങൾ അവിടെ ആരംഭിക്കുകയായിരുന്നു. അന്ന് രാത്രിയിൽ കൈലിന്റെ കൂടെ ജസീക്ക പള്ളിമുറ്റത്തെത്തി. അവിടുത്തെ ജനങ്ങൾ വിശുദ്ധമണി മുഴങ്ങുന്നത് കാണുവാനും കേൾക്കുവാനും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അത്തവണ വിശുദ്ധമണി മുഴക്കാനുള്ള ബഹുമതി ജസീക്കയ്ക്കായിരുന്നു വന്നു ചേർന്നത്. ജസീക്ക റിമോട്ട് ഉപയോഗിച്ച് ആ വിശുദ്ധമണി മുഴക്കി.
എല്ലാവരും തങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചു. ജെസിക്കയും പ്രാർത്ഥനയിൽ മുഴുകി. അവിടെ വെച്ച് സ്നേഹത്തിന്റെ പുത്തൻ പ്രതീക്ഷയുമായി ജെസിക്കയും കൈലും തങ്ങളുടെ പ്രണയം പങ്കുവച്ചു. അവർ പരസ്പരം ചുംബിക്കുന്നതോടെ മനോഹരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചെറിയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.